ആലപ്പുഴ ഇരിഡിയം തട്ടിപ്പ് കേസിലെ പ്രതികൾ കേരളം വിട്ടുപോയെന്ന് സൂചന. ഒന്നാം പ്രതി ആലപ്പുഴയിലെ കപിൽദേവ് ചെന്നൈയിലേക്ക് കടന്നെന്നാണ് സൂചന. നാസയിൽ നിന്ന് ഇരിഡിയം വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് ഹരിപ്പാട്ടെ ഒരു ആളിൽ നിന്ന് 75 ലക്ഷം രൂപയാണ് ഈ സംഘം തട്ടിയെടുത്തത്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. പറയൂ അശ്വിൻ. ആലപ്പുഴ സ്വദേശി മഹേഷ് ആണ് ഈ തട്ടിപ്പിന് ഇരയായത്. കഴിഞ്ഞ ഒരു വർഷം നീണ്ട ഒരു കാലയളവിലാണ് ഈ തട്ടിപ്പ് നടന്നിട്ടുള്ളത്. മഹേഷിനെ സ്പേസ് എക്സ് അൾട്രാ സ്പേസ് എക്സ് എന്ന ഒരു കമ്പനി വഴി നാസയിൽ നിന്ന് ഇറിഡിയം വാങ്ങി നൽകാം എന്നുള്ളതായിരുന്നു വാഗ്ദാനം. ഈ അൾട്രാ സ്പേസ് എക്സ് കമ്പനിയുടെ പേര് കേട്ടാൽ നമുക്ക് വ്യക്തമാകും. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് കമ്പനിയോട് സാമ്യമുള്ള പേരാണ്. അങ്ങനെയൊക്കെ ആകാം ഒരുപക്ഷേ ഈ മഹേഷ് ഈ തട്ടിപ്പിൽ വീണുപോയത്. എന്തായാലും നാസയുടെ പേരടക്കം ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് തട്ടിപ്പ് നടന്നത്. 75 ലക്ഷം രൂപയ്ക്ക് ഇറിഡിയം വാങ്ങിയാൽ അത് ഇരട്ടി വിലയ്ക്ക് മറിച്ചു വിൽക്കാം എന്നുള്ളതായിരുന്നു വാഗ്ദാനം. അങ്ങനെയാണ് മഹേഷ് ഈ തട്ടിപ്പിൽ വീണു പോകുന്നത്. എന്തായാലും മാസങ്ങൾ കഴിഞ്ഞ് പണം നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇറിഡിയം കിട്ടിയില്ല, ലാഭവിഹിതവും കിട്ടിയില്ല. ഇതോടെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് മഹേഷ് ഒരു പരാതി നൽകി. ആ പരാതി അന്വേഷിച്ചു വന്നപ്പോൾ ഇത് ശുദ്ധ തട്ടിപ്പാണ് എന്ന് പോലീസിന് മനസ്സിലായി. അങ്ങനെ ഇത് ഹരിപ്പാട് പോലീസിന് കൈമാറി. ഹരിപ്പാട് പോലീസ് അന്വേഷിച്ചു വന്നപ്പോൾ മണ്ണാറശാല സ്വദേശി കപിൽദേവ് ആണ് ഇതിൽ മുഖ്യപ്രതിയെന്നും മഹേഷിനെ ഇതിൽ കുടുക്കിയത് അയാളാണ് എന്നും മനസ്സിലാക്കി. മഹേഷ് ഈ കപിൽദേവ് ഉൾപ്പെടെ തിരുവനന്തപുരം, ആലപ്പുഴ, കൊല്ലം ജില്ലകളിലെ 6 പേരെ പ്രതിയാക്കി ചേർത്തുകൊണ്ടാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ 6 പേരും നിലവിൽ ഒളിവിലാണ്. ഇവർ തമിഴ്നാട്ടിലേക്ക് കടന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ കപിൽദേവ് അടക്കം പ്രധാന പ്രതികൾ ചെന്നൈ കേന്ദ്രീകരിച്ചാണ് നിലവിൽ ഒളിവിൽ കഴിയുന്നത് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഹരിപ്പാട് നിന്നുള്ള പോലീസ് സംഘം ചെന്നൈയിലേക്ക് പോയിട്ടുമുണ്ട്. എന്തായാലും ഇറിഡിയത്തിൻ്റെ വലിയ മൂല്യം രാജ്യത്ത് നിലവിൽ ലോകത്ത് തന്നെ നിലവിലുള്ള വലിയ മൂല്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഒരു തട്ടിപ്പിന് കളമൊരുങ്ങിയിരിക്കുന്നത്. എന്തായാലും അവരെ ഉടൻ തന്നെ പിടികൂടാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.